ഓക്കെ. പിന്നെ വണ്ടിയുടെ മൈലേജ്, നമുക്ക് വണ്ടിക്ക് 1 ലിറ്റർ ഡീസൽ അടിച്ച് നമുക്ക് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുമായിരിക്കും? നമ്മളിങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇറങ്ങി അതുകൊണ്ട് ഇപ്പൊ കാല് തട്ടി ഇവിടെ മുഞ്ഞും കുത്തി ഞാൻ കിടന്നേനെ. ബജാജിന്റെ യാത്ര സുഖം എങ്ങനെയുണ്ട്? സ്പ്രിംഗ് കയറ്റാത്തിന് ആകെ മൊത്തത്തിൽ ഒരു മണാഗുണയാണെന്നാണല്ലോ കേട്ടത്. ഒറ്റ ബാക്കി ചോദിക്കുകയാണ്, ഈ ബജാജിന്റെ CNG എങ്ങനെയുണ്ട്? ഓടിയാ മുതലാവോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് പറഞ്ഞാൽ, കുറെ പേര് പറഞ്ഞു നിനക്ക് എന്നാ ബജാജിന്റെ വണ്ടി ഇഷ്ടമല്ല, നിനക്ക് ബജാജിന്റെ വണ്ടി കാണുമ്പോൾ ചാത്താൻ കുരിശു കാണുന്ന പോലെയാണല്ലോ, അങ്ങനെയൊക്കെ കുറെ പേര് പറഞ്ഞു. ഇന്ന് ഈ പുറകെ കിടക്കണ എന്നാ ബജാജിന്റെ എക്സ്വൈഡ് മാക്സിമ എന്ന് പറഞ്ഞാൽ അടിപൊളി ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പ്ലസ് പേഴ്സണൽ റിവ്യൂ. കാരണം കുറെ പേര് പറഞ്ഞ ബജാജിന്റെ വണ്ടി ഇതിൽ യാത്ര സുഖമുള്ള വണ്ടി വേറെ ഇല്ല, അങ്ങനെ കുറെ പേര് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതൊക്കെ ശരിക്കുമുള്ള കാര്യമാണോ? ബജാജിന് മെയിൻ്റെനൻസ് ഉണ്ടോ? ഈ വണ്ടിക്ക് പുതിയ സെൻസർ വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടോ? അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ ഇരിക്കുന്ന വണ്ടി മേടിച്ചിട്ട് 3 മാസം ആയിട്ടുള്ളൂ. ഏകദേശം 5000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പം അതിനിടയ്ക്ക് ഈ വണ്ടിക്ക് കുറച്ചധികം പണികൾ കിട്ടി. അത് എന്തൊക്കെ പണികളാണ്, എന്തൊക്കെ ഉപകാരങ്ങളാണ് ഈ വണ്ടിക്കുള്ളത്, അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ എൻ്റെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നത്, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നേരെ വണ്ടിയുടെ പേഴ്സണൽ റിവ്യൂയിലേക്ക് പോകാം. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി എടുക്കാനുള്ള കാരണം എന്നാ? അത് ആദ്യം ഞാൻ 2012 ആപ്പയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് CNG ഉണ്ടായിരുന്നത്, ഇതിന്റെ താഴെയുള്ള ചെറിയ മോഡല്. പിന്നെ അത് കഴിഞ്ഞ് CNG പമ്പിന്റെ ഒക്കെ ഷോർട്ടേജ് ഒക്കെ കാരണം, പിന്നെ മെയിൻ്റെനൻസ് കാരണം വണ്ടി കൊടുത്തിട്ട് ഡീസൽ എടുക്കാണ്. ഒറ്റ ബാക്കി ചോദിക്കുകയാണ്, ഈ ബജാജിന്റെ CNG എങ്ങനെയുണ്ട്? ഓടിയാ മുതലാവോ? CNG ഓടിയ മുതലാവും, പക്ഷെ ഇപ്പത്തെ വില അനുസരിച്ച് ഡീസലിനേക്കാളും സെയിം വില തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ടും വലിയ ഗുണമൊന്നുമില്ല. ഇല്ല. പിന്നെ മിക്ക ആൾക്കാരും പറയണ CNG വണ്ടിക്ക് മിസ്സിംഗ് ഉണ്ട്, ഓട്ടത്തിൽ വണ്ടി നിന്ന് പോവാ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അത് ഞാൻ എന്റെ ഇരുന്നത് ആദ്യത്തെ മോഡൽ 2018 മോഡൽ. അതിന് ആ പ്രശ്നമുണ്ട്, മഴയൊക്കെ പെയ്യാൻ നേരത്ത് ഐഡിലിംഗിൽ വണ്ടി ഓഫായി പോകും. അങ്ങനെ പിന്നെ ബ്രേക്കിന്റെ ചെറിയ കംപ്ലൈന്റ് ഒക്കെ ഉണ്ട് മഴ പെയ്യുമ്പോൾ. അപ്പൊ മഴ പെയ്ത വണ്ടി ഓടത്തില്ല. അതാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടി 2018 മോഡലാ, അതിന് ആ പ്രശ്നമുണ്ട് CNG വണ്ടിക്ക്. ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ. അത് എന്തുകൊണ്ട് CNG വണ്ടി കൊടുത്തിട്ട് ബജാജിന്റെ ഏറ്റവും വലിയ വണ്ടി ഡീസൽ എടുത്തു? പിന്നെ നേരത്തെ ബജാജ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ബജാജിന് ആദ്യത്തെ 3 സർവീസും ഫ്രീ ആണ്, നമുക്ക് പേയ്മെന്റ് ഒന്നും ആവണില്ല. അതായത് ഒരു പേയ്മെന്റും ഇല്ല? ഇല്ല, ഒരു പേയ്മെന്റും ഇല്ല. അത് ജസ്റ്റ് ഒന്ന് പറയാമോ? അതിന് ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് സർവീസിന് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഫസ്റ്റ് സർവീസ് 1000-ലാണ്. അതില് ഓയിൽ ചേഞ്ച് ഉണ്ട്. ഓയിൽ ചേഞ്ചിന് പൈസ ഒന്നും ആവൂല. അതായത് ഓയിലിന് പൈസ കൊടുക്കണ്ട? ഇല്ല. 1 രൂപയും കൊടുക്കണ്ടെന്നാണ് പറയണേ. ലേബറും കൊടുക്കണ്ട നമ്മള്. അത് കൊള്ളാം. അതാണ് ബജാജിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം അല്ലേ? പിന്നെ സെക്കൻഡ് സർവീസിന് എന്തൊക്കെയാണ് മാറുന്നത്? 5000-ല് അത് ടോപ്പ് മാത്രമേ ഉള്ളൂ, ആ ഓയിൽ ടോപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. ഓക്കെ. തേർഡ് സർവീസിന് എന്തൊക്കെയാണ്? 10,000 ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ബ്രേക്കിന്റെ ലൈനർ ചെക്ക് ചെയ്യല്, ഫുള്ള് ചെക്ക് ചെയ്യും തേർഡ് സർവീസിൽ. ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ? കംപ്ലൈന്റ് മാറി തരണ്ടെങ്കിൽ അവര് വാറന്റിയിൽ മാറി തരും. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സർവീസ് വരെ ഫുള്ള് ഫ്രീ ആണ്. ഫോർത്ത് സർവീസ് തൊട്ട് പെയ്ഡ് ആണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ ഈ വണ്ടിക്ക് ഈ ഫ്രീ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫ്രീ ആണ് അല്ലേ? ടോട്ടൽ ഫ്രീ ആണ്. പക്ഷെ ആപ്പയുടെ എന്ന് ഫ്രീ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ലേബർ ചാർജ് മാത്രമേ ഫ്രീ ഉള്ളൂ, ബാക്കി എല്ലാം പെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ബജാജിന് വണ്ടിക്ക് ഇച്ചിരി കൂടെ അവർ ഓഫേഴ്സ് ഒത്തിരി തരുന്നുണ്ടല്ലേ? അപ്പോൾ അതുകൊണ്ടാണോ ഈ വണ്ടി എടുത്തത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ CNG ഉപയോഗിച്ചപ്പോ എനിക്കിത് അറിയാം. പിന്നെ എന്റെ ആവശ്യത്തിന് ഈ വണ്ടി, വലിയ വണ്ടി വേണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഈ ബജാജിലേക്ക് വന്നു? എന്തുകൊണ്ടാണ് ആപ്പ് എടുക്കാതെ എന്തുകൊണ്ട് ഈ ബജാജ് എന്നുള്ളൊരു ഇതിലേക്ക് വന്നു? ഞാൻ കൂടുതൽ ഓടിച്ചേക്കണത് ബജാജ് ആണ്. ആപ്പ് കുറച്ച് ഓടിച്ചിട്ടുള്ളൂ. പിന്നെ ആപ്പ് പുതിയ വണ്ടി ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോഴത്തേക്കും പുതിയ വണ്ടി ഇപ്പൊ എടുക്കണ്ടെന്നാ പറയണത്. പുതിയ മോഡല് 2026 മോഡൽ. പിന്നെ ഞാൻ ആപ്പ് നോക്കിയില്ല. അങ്ങനെ ബജാജിലേക്ക് വന്നു. ബജാജിന്റെ യാത്ര സുഖം എങ്ങനെയുണ്ട്? സ്പ്രിംഗ് കയറ്റാത്തിന് ആകെ മൊത്തത്തിൽ ഒരു മണാഗുണയാണെന്നാണല്ലോ കേട്ടത്. അത് ശരിയാണ്. ആണോ? ഹാർഡ് സ്പ്രിംഗ് ആണ് ഇതിൽ വന്നേക്കണത്. യാത്രാ സുഖം എന്ന് പറയാൻ എങ്ങനെയുണ്ട്? ഇല്ല, യാത്രാ സുഖം തീരെ പോരാ. അപ്പൊ സത്യം പറഞ്ഞാൽ ടൗണിൽ ഓടാൻ അടിപൊളിയാണ്. ലോങ് യാത്രയ്ക്കൊന്നും ഇത് ഒരിക്കലും പറ്റത്തില്ല. ടൗണിൽ ഒരു കാശ്, അതായത് നല്ല മൈലേജും കൂടെ ഉള്ളതുകൊണ്ട് ഓടുന്ന പൈസ പോക്കറ്റില്ല. പിന്നെ വണ്ടിക്ക് കംപ്ലൈന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ട്? നമുക്ക് സൈഡിലേക്ക് വരാം. എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് വണ്ടിക്ക് തോന്നിയിട്ടുണ്ട് ഇത്ര നാളുകൾക്കിടയ്ക്ക്? അതായത് വണ്ടി എടുത്തിട്ട് 3 മാസം ആയെന്ന് പറയുന്നു. 3 മാസത്തിനുള്ളിൽ ഈ വണ്ടിക്ക് വണ്ടി എടുക്കണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അവസ്ഥ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല,
ഇല്ല അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എന്നാ വണ്ടിയുടെ കംപ്ലൈന്റ് എന്തൊക്കെയാണ്? കംപ്ലൈന്റ് വന്നേക്കണത് ഫ്യൂൽ പമ്പ് നോസിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു കംപ്ലൈന്റ് വരാനുള്ള കാരണം അവരോട് വല്ലതും ചോദിച്ചായിരുന്നോ? അവര് ചോദിച്ചപ്പോഴത്തേക്കും ഡീസലിന് തന്നെ കറണ്ട് കുറഞ്ഞ ഡീസൽ നമ്മൾ അടിക്കുമ്പോഴത്തേനും അല്ലേ? ഓക്കെ. എന്നിട്ട് അവർ എന്നാ ചെയ്ത ആ ഫ്യൂൽ പമ്പും നമ്മുടെ ഇത് നോസിലും കൂടെ എന്നാ അവർ ചെയ്തത്? അവര് വാറന്റിയില് പുതിയത് ബോഷിന്റെ പുതിയ ഫ്യൂൽ പമ്പും നോസിലിട്ട് തന്നു. ഓക്കെ. ഇത് എങ്ങനെയാണ് ഇത് കംപ്ലൈന്റ്, അതായത് നമ്മുടെ ഈ ഫ്യൂൽ പമ്പ് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് ഈ കംപ്ലൈന്റ് ആണ് നമ്മുടെ 5000 കിലോമീറ്റർ പോലും ഓടാത്ത വണ്ടി എങ്ങനെയാണ് കംപ്ലൈന്റ് ആണെന്ന് അറിഞ്ഞത്? അത് അവര് പറഞ്ഞത് മാനുഫാക്ചറിങ് ഡിഫൻഡ് ആണ് ഇതിൽ വന്നത്. ഫ്യൂൽ പമ്പ് ശോകമാണ്, അതായത് ആപ്പയുടെ ഗിയർ ബോക്സ് കൊള്ളിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ. അതുപോലെ എന്റെ വണ്ടിയിലും വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ. പിന്നെ അവര് അതാണ് ചെയ്തത്. എന്നിട്ട് മാറി തന്നു. അങ്ങനെ കംപ്ലൈന്റ് വന്നിട്ട് അവർ മാറി തന്നു. ആ സെയിം കമ്പനി ഇട്ട് തന്നില്ല, ബോഷിന്റെ കൂടിയത് ഇട്ട് തന്നു. ഓക്കെ ഓക്കെ. പിന്നെ അതിന്റെ റിവേഴ്സ് നമ്മുടെ തള്ളവിരൽ കൈ തന്നെയാണ്. ആണോ? അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന്റെ സെറ്റപ്പ് എങ്ങനെയാന്നുള്ളത്. റിവേഴ്സ് കുറെ പേര് പറഞ്ഞു വേറെ എവിടെയല്ല റിവേഴ്സ്. അതെങ്ങനെ റിവേഴ്സിന്റെ ഇതെങ്ങനെയാ വരുന്നത്? റിവേഴ്സ് നമ്മുടെ നേരത്തെ ആപ്പയിലൊക്കെ താഴെ കയ്യില് ഇങ്ങനെ താത്തുമായിരുന്നു ലിവറാണ്. ഇതിപ്പോ നമ്മുടെ ഈ വലത്തെ കൈ തന്നെ അടിയിലായിട്ട് പ്രസ് ചെയ്തിട്ട് ഫസ്റ്റിലേക്ക് ഇട്ടാ മതി. ഫസ്റ്റിലേക്ക് ഇട്ടാ മതി. ഫസ്റ്റിലേക്ക് ടോപ്പിലേക്ക് ഇട്ടാ മതി. അത് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവേഴ്സ് ന്യൂട്രന്റെ തൊട്ട് മുകളിലുള്ള റിവേഴ്സ് എന്ന് പറയാൻ പ്രത്യേകം ഗിയറുണ്ട്. ഓക്കെ, അതിലേക്ക് ഇടുക. ഓക്കെ. എന്നിട്ട് റിവേഴ്സ് മാറ്റണേ എങ്ങനെയാന്ന് വെച്ചാൽ നേരെ ഇതിൽ നിൽക്കണ്ട, റിവേഴ്സ് മാറ്റണമെങ്കിൽ നിൽക്കണ്ട, ചുമ്മാ കളിച്ച് പിടിച്ച് താത്തിയാ മതി. ഓക്കെ. റിവേഴ്സ് ഇടാൻ വേണ്ടി മാത്രം ഇത് വലി. ഓക്കെ ഓക്കെ. അപ്പൊ പെട്ടെന്ന് റിവേഴ്സിനാണല്ലോ എളുപ്പത്തിന് വേണ്ടി. അത് അങ്ങനെ കൊണ്ടുവന്നോണ്ട് എന്തെങ്കിലും പ്രയോജനം എല്ലാം തോന്നിയിട്ടുണ്ടോ? പ്രയോജനം പെട്ടെന്ന് മറ്റേ നമ്മുടെ ലിവർ മാറ്റണോട്ട് താഴത്തേക്ക് ആക്കണ്ട, പെട്ടെന്ന് രണ്ടാമത് ലിവർ താഴത്തേക്ക് ഇടണ്ട, നേരെ ഗിയറിലേക്ക് ഫസ്റ്റിലേക്ക് ഇട്ടാ മതി. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ടൗണിലേക്ക് ഓടിക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് വണ്ടി. പിന്നെ വണ്ടിക്ക് ഈ എല്ലാരും പറഞ്ഞു ഈ ബജാജിന്റെ ഈ വണ്ടി ഭയങ്കരമായിട്ട് പൊങ്ങിയിരിക്കണേന്നും, ഇങ്ങനെ പറ പോലെ പൊങ്ങിയിരിക്കും. അതുകൊണ്ട് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ പൊങ്ങിയിരിക്കണോണ്ട്? പൊങ്ങിയിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡ്രമ്മിന്റെ വീൽ സൈസ് വ്യത്യാസമുണ്ട്. ടയറിന്റെ ഡ്രമ്മിന്റെ വീൽ വലുതാണ്, ആപ്പേനേക്കാളും ഇത്തിരി വലുതാണ്. പിന്നെ ഇതിന്റെ ടയർ വെച്ച് നോക്കുമ്പോ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചർ കിട്ടിയ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല. ടയർ തുറന്ന് കളഞ്ഞാൽ മതി എന്നാണോ? അതെ അതെ. മേടിക്കുക. പഞ്ചർ കിട്ടിയ സ്വാഭാവികമായിട്ടും പഞ്ചർ കിട്ടൂലോ, കിട്ടാതിരിക്കുകയല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടയർ കളയുക, അതായത് ഓടിച്ച് പറ്റി തീർത്തിട്ട് കളയുക. അപ്പൊ കട്ട് ചെയ്യണ ഒരു സത്യം കാര്യം പറഞ്ഞ മൈൻഡിൽ ചിന്തിക്കേ വേണ്ട. ഓക്കെ. അപ്പൊ ഒരു ടയർ മേടിക്കണം എത്ര രൂപ? ഒരു ബജാജിന്റെ ടയർ ഏകദേശം പറയാൻ പറ്റുമോ? അപ്പോഴേക്കും 2500 രൂപ അടുത്ത് വരും. 3000 താഴെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ ടയർ ആയതുകൊണ്ട് അങ്ങനെ വരും. ഓക്കെ. നമുക്ക് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുമായിരിക്കും ടയറിന്? ഇതിപ്പോ ഞാൻ ഫസ്റ്റ് സർവീസ് ടയറിന് ഞാൻ ഒരു 30-40 അടുക്ക്. പണ്ടത്തെ വണ്ടി ഓടിയിട്ടുണ്ടോ? ആ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ആ മൈലേജ് തന്നെ ഇതിനും കിട്ടും. ഓക്കെ. പിന്നെ വണ്ടിയുടെ മൈലേജ് നമുക്ക് വണ്ടിക്ക് 1 ലിറ്റർ ഡീസൽ അടിച്ചാൽ നമുക്ക് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുമായിരിക്കും? ഇതിപ്പോ ഫസ്റ്റ് സർവീസ് ചെയ്യാനേക്കും മുന്നേ 33 ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. 33 കാണിച്ചത്. 1 ലിറ്റർ 33 കിലോമീറ്റർ ഓടാം. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. കുഴപ്പമില്ല. പക്ഷെ ആപ്പയിൽ ഒരാൾ ബജാജിലേക്ക് വന്ന പണി മാളും അല്ലേ? അവർക്ക് തീരെ പറ്റത്തില്ല. അവര് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഓടിച്ചു നോക്കിയിട്ട് മാത്രം എടുക്കുക. ഓക്കെ. അപ്പൊ ഇത് ബജാജിന്റെ വണ്ടി ഉപയോഗിച്ച ഒരാളായതുകൊണ്ടാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. നമ്മുടെ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് എത്രയാ വരുന്നത്? ഞാൻ ഏപ്രിലിലെ വണ്ടി എടുക്കുന്നത്. ഏപ്രിലില് 3,17,000. റെഡി ക്യാഷ് കൊടുത്താണോ എടുത്തേ? അല്ല, ലോൺ ആയിട്ടാണ്. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് മാസം എത്ര രൂപ വെച്ച് അടവ് വരുമായിരിക്കും? 6000 രൂപ വെച്ച് അടവ് വരും. എങ്ങനെയുണ്ട്? ഓടി എത്താൻ പറ്റുമോ? 6000 രൂപ ആകാൻ പറ്റും. കുഴപ്പമില്ല. പിന്നെ വലിയ ഈ നമുക്ക് വലിയ മെയിൻ്റെനൻസ് ബജാജിന്റെ വണ്ടിക്ക് കുറവാന്ന് പറയണ കേട്ടു. അത് ശരിയാണോ? ബജാജിന്റെ സ്പെയർ പാർട്സിനൊക്കെ നല്ല റേറ്റ് ആണ്. പിന്നെ റേറ്റ് ഉണ്ടെന്ന് വെച്ച് സാധനം കിടന്നോളും, നമുക്ക് ലോങ് ലാസ്റ്റിക് ആണ്, പൊട്ടി പോകത്തൊന്നുമില്ല. ഇല്ല, അങ്ങനെ നമുക്ക് ഒരുപാട് വണ്ടി ഓടിക്കോളും. അതിട്ട് വിശ്വസിച്ച് എവിടെയും പോകാം. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ബജാജിന്റെ എക്സ്-വൈഡ് എന്ന് പറഞ്ഞ ഏറ്റവും അടിപൊളി നല്ല കിടുക്കാഴ്ച വണ്ടിയാണ്. യാത്രാ സുഖവും കാര്യങ്ങളൊക്കെ പറിച്ചു നോക്കുമ്പോൾ ഇച്ചിരി മടുപ്പാണെങ്കിലും വണ്ടി നല്ല അടിപൊളി സാധനം കേട്ടോ. നോക്കി എങ്ങനെയുണ്ട്? ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോഴത്തേനും ഒരു ബജാജിന്റെ ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റും അപ്പോൾ അതായത് പണ്ടത്തെ മോഡൽ വരുന്ന തന്നെ എല്ലാം സെയിം തന്നെ, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഫ്രണ്ടിലോ വരുത്തിയിട്ടില്ല. വണ്ടിക്ക് ഇച്ചിരി ഫ്രണ്ടിൽ ഇച്ചിരി ഹൈറ്റ് കൂടിയിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. അല്ലാതെ വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഫ്രണ്ടിൽ വന്നിട്ടില്ല. പിന്നെ നമ്മൾ വണ്ടിയുടെ അകത്തേക്ക് വരുമ്പോഴാണ് കുറച്ച് വ്യത്യാസങ്ങളായിട്ട് അവർ വരുത്തിയിട്ടുള്ളത്. നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി, ഹാൻഡ് ബ്രേക്ക് അത്യാവശ്യം നല്ല കാറിന്റെ ഒക്കെ ഇടുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. പിന്നെ അവിടെ ബ്രേക്ക് ലിവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി ബ്രേക്കിംഗ് ആണ് ഈ ബജാജിന്റെ വണ്ടിക്ക് വരുന്നത്. പിന്നെ ഇതൊരു അടിപൊളി ഡാഷ്ബോർഡാണ് വന്നത്. നോക്കി,
നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബ്ലാക്കും ഒരു ലൈറ്റ് ഗ്രേയും കളറുള്ള കോമ്പിനേഷൻ ഉള്ള ഒരു എന്നാ പറയുക ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഇനി ഫസ്റ്റ് ഹാൻഡിലേ നിന്ന് തന്നെ തുടങ്ങാം. ഹാൻഡിലേ വരുമ്പോഴത്തേനും ഇവിടെ ക്ലച്ച് വരുന്നുണ്ട്, ഇവിടെ ഗിയറിന്റെ ഇൻഡിക്കേഷൻ കൊടുത്തേക്കുന്നത് കണ്ടോ. അതായത് ഫസ്റ്റ് ഇതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ റിവേഴ്സ് ആണ്, ന്യൂട്രൽ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇത് 5 ഗിയർ വണ്ടിയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആക്സിലേറ്റർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഹാൻഡിൽ ഇവിടെ സ്വിച്ചസിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഇവിടെ ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട്, ഇവിടെ ഹെഡ്ലൈറ്റിന്റെ പാർക്ക് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, സ്റ്റാർട്ടർ സ്വിച്ച് വരുന്നുണ്ട്, ഹോൺ സ്വിച്ച് വരുന്നുണ്ട്. ഇത് റിവേഴ്സിന്റെയാണ്. ഇതിങ്ങനെ താത്തിയിട്ടാണ് നമ്മൾ റിവേഴ്സ് ഈ ഹാൻഡിലേക്ക് ഇടുന്നത്. വേറെ സ്വിച്ചും കാര്യങ്ങളൊന്നും വേറെ ഹാൻഡിലേ വരുന്നില്ല. ഇവിടെയാണ് കീ സെറ്റ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡീകംപ്രഷന്റെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വലിച്ചാൽ മതി. ഇവിടെ സ്റ്റോപ്പറിന്റെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് വരും, മീറ്ററിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ജസ്റ്റ് ഞാൻ ഓണാക്കി താക്കോൽ ഓണാക്കി കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഓൾറെഡി കൂളിംഗ് ഓടിച്ചുകൊണ്ടാണ് വണ്ടി ഇച്ചിരി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഫ്രണ്ടിൽ ഇതേ ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്ററിന്റെ വാണിംഗ് ലാമ്പ് ആ രണ്ട് സൈഡിലും ഇതുണ്ടോ, രണ്ട് സൈഡ് ഇൻഡിക്കേറ്റർ വാണിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ, എഞ്ചിന്റെ, പിന്നെ ഓയിലിന്റെ, പിന്നെ ഫ്യൂവലിന്റെ. ഈ ഫ്യൂവലിന്റെ മറ്റു വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബജാജിന്റെ ഫ്യൂവലിന്റെ ഇൻഡിക്കേഷൻ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ആപ്പയുടെ പുതിയ മോഡൽ വണ്ടിക്ക് ഇതുപോലത്തെ ഫ്യൂവൽ കേജ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ആ കേജിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഒരു ഡീസൽ അതിന്റെ അത് അളവ് കാണിക്കത്തില്ല. ചിലപ്പോൾ 2 കട്ട കാണിക്കും, ചിലപ്പോൾ 3 കട്ട കാണിക്കും, ചിലപ്പോൾ ഒന്നും കാണിക്കത്തില്ല. അപ്പം അത് ഭയങ്കര ഷോക്കാണ്. പിന്നെ ബജാജിലേക്ക് വരുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് പ്രോപ്പർ ആയിട്ട് കാണിക്കും. കാരണം ഈ 3 കട്ട കഴിഞ്ഞു കഴിഞ്ഞാൽ റെഡ് തെളിയുമ്പോൾ നമ്മൾ ഡീസൽ അടിച്ചാൽ മതി, നമുക്ക് വിശ്വസിച്ച് നമുക്ക് വണ്ടി എവിടെയും കൊണ്ടുപോകാം. പക്ഷെ ആപ്പയുടെ പുതിയ മോഡൽ വണ്ടി ഈ ഫ്യൂവലിന്റെ ഇൻഡിക്കേഷൻ ഭയങ്കര ഷോക്കാണ്. പക്ഷെ ബജാജിന്റെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ താഴത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടെ കുറച്ച് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈപ്പറിന്റെ സ്വിച്ച്, ഇവിടെ ഒരു ഫാനിന്റെ സ്വിച്ച് ആണ്. ഇതോട് എക്സ്ട്രാ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ 4 ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്പീക്കർ വേണമെങ്കിൽ നമുക്ക് 2 സെറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റീരിയോ വെക്കാനുള്ള ഇടയില്ല. സ്റ്റീരിയോ വെക്കാനുള്ള നമ്മൾ ഇവിടെ എവിടെയെങ്കിലും തട്ടടിച്ച് സ്റ്റീരിയോ വെക്കണം. ഇവിടെ സ്പീക്കർ വെക്കാനുള്ള ഒരു അടിപൊളി ഇടയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓടിക്കാനൊക്കെ വണ്ടി നല്ല സ്മൂത്ത് ആട്ടോ, എനിക്ക് ഒന്നും പറയാനില്ല. പക്ഷേ ഈ സ്പ്രിങ്ങിന്റെ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് പേഴ്സണലി തീരെ മടുപ്പായിട്ടുള്ളത് തോന്നിയിട്ടുള്ളൂ. അത്യാവശ്യം ഡാഷ്ബോർഡൊക്കെ കാണാൻ നല്ല രസമാണ്, വണ്ടി ഓടിക്കാനും നല്ല അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. പക്ഷെ യാത്രാസുഖം മാത്രം മടുപ്പായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ. ഈ ലിവർ ഇവിടെ കൊടുത്തത് എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് വേറെ എവിടെയെങ്കിലും ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ വല്ലതും കൊടുക്കുമായിരുന്നു പിന്നെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇറങ്ങി അതുകൊണ്ട് ഇപ്പൊ കാല് തട്ടി ഇവിടെ മുഞ്ഞും കുത്തി ഞാൻ കിടന്നേനെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇതുകൊണ്ടോ ഈ ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ അപ്പുറം കൊടുക്കുമായിരുന്നു ഉപകാരമായിരുന്നു. കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ ഇറങ്ങുമ്പോൾ ഇവിടെ മൂക്കും കുത്തി തലയും തലയും വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒരു മടുപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി വലിയ പ്രശ്നമില്ല. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ഇതോടെ ഈ സ്റ്റെപ്പ് അത് ഭയങ്കര ഷോക്കായി പോയിട്ടോ. ഈ സ്റ്റെപ്പ് ഫുള്ളായിട്ട് കൊടുക്കായിരുന്നു, ഇത് പകുതിയെ കൊണ്ട് അവർ നിർത്തി വെച്ചേക്കും. ഇത് എന്തിനാ ഇവിടെ കൊടുത്തേക്കണേന്ന് ചിലപ്പോൾ അവർക്ക് പോർക്കും അറിയാൻ മേലായിരിക്കും. കാരണം ആ ഒരു സ്റ്റെപ്പിന്റെ ഒരു ഭംഗി അവർ നശിപ്പിച്ച് കളഞ്ഞു. ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് വണ്ടിക്കകത്ത് നല്ല ഇടയാണ്. അതാണ് ഭയങ്കര ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇടയാണ്. നോക്കി സുഖമായിട്ടിരിക്കാം, നല്ല ഇടയുണ്ട് വണ്ടി. ഇതൊക്കെ ഇതിപ്പോ ജസ്റ്റ് പടുത വലിച്ച് കെട്ടിയെന്നുള്ളൂ. നമ്മൾ ഇനി ബോഡി അടിച്ച് വരുമ്പോൾ വണ്ടി നല്ല അടിപൊളിയായിരിക്കും. ഇതാണ് നമ്മുടെ എയറിന്റെ ഇത് വന്നേക്കുന്നത്, എയർ ഫിൽറ്ററിന്റെ മോളിൽ നിന്നാണ് ഇത് സ്വക്ക് ചെയ്തിട്ടേക്കുന്നത്. നമ്മുടെ ആപ്പയുടെ ഒക്കെ അടിയിലാണ്, പക്ഷെ ഇത് മോളിൽ നിന്നാണ് വരുന്നത്. പിന്നെ വണ്ടി അടിപൊളിയാണ്, കാരണം ഒന്നും പറയാനില്ല. വണ്ടി പണിതില്ല, ജസ്റ്റ് ഇന്നറും പടുതാടെ വലിച്ചടിച്ചെന്നേ ഉള്ളൂ. പടന്ന് കഴിയുമ്പോഴത്തേനും അടിപൊളിയായിരുന്നു. സീറ്റൊക്കെ പടം നല്ല സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നല്ല ലെഗ് സ്പേസ് ആണ്, നോക്കി നല്ല ഇടയാണ്. നമുക്ക് സുഗമമായിട്ട് ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാം, അടിപൊളിയായിട്ട് ചെയ്യാം. പിന്നെ എന്തിനാ ഇവിടെ ഒരു ക്യാപ്പൊക്കെ കൊടുത്തേക്കെന്ന് അറിയത്തില്ല. സ്റ്റെപ്പിന് വെക്കാനാണ് പറയുന്നത്, പക്ഷെ എന്നാലും ഇത്രയും ക്യാപ്പൊന്നും ഇവിടെ വേണ്ടായിരുന്നു. അതൊരു മടുപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, യാത്രാസുഖം ഇതുണ്ടോ, കരിങ്കല്ല് പോലെ വണ്ടി ഇവിടെ തൊള്ളി കുലുങ്ങത്തില്ല. അത് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയാണ്, നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. സുഖമായിട്ട് ഇങ്ങനെ മലന്ന് കിടന്ന് യാത്ര ചെയ്യാം, അടിപൊളിയാണെന്നും പറയാനില്ല. പക്ഷെ യാത്രാസുഖം അത് മാത്രം കണ്ട് വണ്ടി എടുക്കുന്നവർ ഇടിക്കും ഞാൻ. അത് മാത്രം കണ്ട് വണ്ടി എടുക്കരുത്, ഭയങ്കര ഷോക്കാണ്. ബാക്കിയൊക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. കുറ്റമായിട്ടും കുറവായിട്ടും ഒന്നും പറയാനില്ല. അപ്പം എങ്ങനെയുണ്ട്? അപ്പൊ ടോട്ടൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ടോട്ടൽ വണ്ടി എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ടയറിന്റെ ഒക്കെ സൈസ് കൊണ്ട് എൻ്റെ അമ്മേ അടിപൊളി. എവിടെയാട്ടോ ഡീസലിന്റെ ഇത് വരുന്നത്, ഡീസലിന്റെ നോബ് വരുന്നത് ഇവിടെയാണ്, ലെഫ്റ്റ് സൈഡിലാണ് ഡീസൽ അടിക്കുന്നത്. പിന്നെ ബാക്കിൽ ബമ്പറിന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇച്ചിരി ഷോക്കാണ് കമ്പനി വരുന്നത്. കാരണം നമ്മളായിട്ട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തില്ലെങ്കിൽ ഇവിടെ പുറകെ കൂളൻ്റ് ആണ് വരുന്നത്. അപ്പം കൂളൻ്റ് ഒക്കെ ഇടിച്ച് തകർക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഗാർഡൊക്കെ പോലെ നമ്മൾ വണ്ടി പണിയുമ്പോൾ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഷോക്കായി പോകും. പിന്നെ ബാക്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കാം. വണ്ടിയുടെ ബാക്കിലെ ബൂട്ട് സ്പേസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയേ. ഇപ്പോൾ നിങ്ങൾ ഈ വണ്ടിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. എന്നൊക്കെ പറ്റുന്ന അറിവുകൾ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഒന്നും പറയാനില്ല. നോക്കി
ഇവിടെയൊക്കെ നല്ല അടിപൊളി ഡിസൈനിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കണം. ഷേപ്പ് കണ്ട് വണ്ടിയുടെ പുതിയ മോഡൽ. ഡീസൽ ടാങ്ക് ഒരു ഇച്ചിരിയുടെ പൊക്കായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. കാരണം ഇച്ചിരിയുടെ ഇത് താന്നു പോയി. കാരണം ചെറിയൊരു വണ്ടിയൊക്കെ ബൈക്കൊക്കെ വന്ന് പറ്റി ആദ്യമേ ഡീസൽ ടാങ്കിനുണ്ടായിട്ട് ഇടി കിട്ടണേ. പിന്നെ ഡീസൽ ടാങ്കിന് 6 ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത്. വണ്ടിക്ക് എങ്ങനെ വന്നാലും ഒരു 35-40 മൈലേജ് കിട്ടും. ഉറപ്പായിട്ട് ഒരു 40-45 മൈലേജ് കിട്ടുന്ന വണ്ടികളുണ്ട്. അപ്പോൾ എത്ര സർവീസ് കഴിഞ്ഞു? 2 കഴിഞ്ഞു. അപ്പൊ ഇനി വരാൻ കിടക്കുന്നുള്ളൂ. അപ്പം വണ്ടിയുടെ വലി എങ്ങനെയുണ്ട്? വലി മാറിക്കപ്പോ വണ്ടി നേരത്തെ വലി മടുപ്പായിരുന്നു. ഓക്കെ, ആ ഫ്യൂലിന് അത് കൂട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി ഇടിച്ചിട്ട് നല്ല സ്മൂത്ത് ആണ്. വെടി പുകയെ പോലെ ടൗൺ വഴി പോകാം. പിന്നെ ഇച്ചിരി വലിയ വണ്ടി ആയതുകൊണ്ട് അതുപോലെ കോമ്പാക്ടിന് എത്ര കുത്തിക്കയറ്റാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ സൈഡൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഈ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണൽ റിവ്യൂ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ബ്രോയുടെ കോൺടാക്ട് നമ്പർ ഇൻസൈഡിങ് കാര്യങ്ങൾ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കുക. കാരണം എന്നോട് ചോദിക്കുന്നേക്കാൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ബ്രോ പറഞ്ഞു തരാം. കാരണം ബ്രോ ഈ വണ്ടി എടുത്ത് എക്സ്പീരിയൻസ് ആയ ഒരാളായതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്യുക. കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. എന്നൊക്കെ പറ്റുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞ് കിടക്കാച്ചി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാച്ചി വീഡിയോ കാണാം. ബൈ ബൈ. അപ്പോൾ അതെ ബജാജ് മാക്സിമ XY-Xന്റെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സൗണ്ട് സെറ്റപ്പ് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കാണിച്ചു തന്നെ. സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണെന്നും കൂടെ. ഡി വലിക്കുക, നിൽക്കുക. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ നമുക്കിതേ വണ്ടിയുടെ സൗണ്ട് കണ്ടോ? വലിയ സൗണ്ടും ബഹളമൊന്നും ഇല്ലല്ലോ, ഭയങ്കര ശാന്തമായ സൗണ്ട്. അപ്പോൾ നമുക്ക് കയറാട്ടോ, ഒരു ചെറിയൊരു യാത്ര ചെയ്യാം. എങ്ങനെ ഉണ്ടെന്ന് ചെറിയ കട്ടർ വഴിയൊക്കെ പോയി നോക്കി അടിപൊളിയോ നമുക്ക് നോക്കാം. നല്ല സ്പേഷ്യസ് ആട്ടോ, നല്ല ഇടയുണ്ട്. ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. യാത്ര സുഖം അടിപൊളിയാണ്. അല്ല, യാത്ര സുഖം മാത്രം മടുപ്പായിട്ടുള്ളൂ. അത് ഓടിക്കാനൊക്കെ നല്ല പവറാ. വണ്ടി കൈ കൊടുത്തേ കേട്ടോ, കേട്ടോ. വണ്ടി നല്ല പവറായിട്ട് കയറും. വണ്ടി പവർ അടിപൊളിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, യാത്രയുടെ സ്പ്രിങ്ങിന്റെ ഒറ്റ പ്രശ്നമുള്ളൂ വണ്ടിക്ക്. വേറെ നോ സീൻ മാൻ. ഓഫ് ചെയ്തോ, കണ്ടോ, നല്ല ക്ലീൻ സൗണ്ടാ. വണ്ടിയുടെ സൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.